KSIDCക്കെതിരെ SFI അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. KSIDCയുടെ ഹർജി ഏപ്രിൽ 5-ലേക്ക് മാറ്റി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, KSIDCക്ക് എന്തിനാണ് ഇത്ര പേടിയെന്ന് ഹൈക്കോടതി പല ആവർത്തി ചോദിച്ചതാണ്. SFI ഉദ്യോഗസ്ഥർ അവിടെ എത്തി രേഖകൾ പരിശോധിച്ചതാണ്. ഇപ്പോഴും ഈ ഹർജിയുടെ പ്രസക്തി എന്താണ്? സുഹൈല, നിലവിൽ സർക്കാരിനെത്തിയൊരു തിരിച്ചടിയായി കോടതിയുടെ തീരുമാനത്തെ കണക്കാക്കാം. KSIDCക്കെതിരെ നടക്കുന്ന അന്വേഷണം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ അന്വേഷണം SFIയുടെ അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ആദ്യഘട്ടം മുതൽ തന്നെ കോടതി അത് സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അത് കൂടുതൽ വ്യക്തതയോടുകൂടി പറയുന്ന കാഴ്ചയാണ് കണ്ടത്. SFIO ഇന്ന് ചില ഗുരുതരമായ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ CMRL കമ്പനിയുടെ ഓഹരി ഉടമകളാണ് KSIDC. അവർക്ക് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്ത് പശ്ചാത്തലത്തിലാണ് അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് KSIDC ആവശ്യപ്പെടുന്നതെന്ന് SFIO ചോദിച്ചു. അതോടൊപ്പം ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് KSIDC ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു കോടതി സ്വീകരിച്ച നിലപാട്. പൊതുമേഖലാ സ്ഥാപനമാണ്, ജനങ്ങളുടെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ അന്വേഷണത്തെ സ്വീകരിച്ച് സംശയം സാധൂകരിക്കുന്ന നടപടിയിലേക്ക് KSIDC കടക്കണം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഈ അന്വേഷണം ഏറെ കൂടി മുന്നോട്ട് പോകാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതിയെ ഇന്ന് SFIO അറിയിച്ചത് 3 കമ്പനികൾക്കെതിരെ അന്വേഷണം നിലവിൽ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് എക്സാലോജിക്, CMRL, KSIDC. ഈ അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു തടസ്സം നൽകാതിരിക്കുന്ന രീതിയിൽ ഇനിയും തെളിവുകൾ സമാഹരിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാമാണ് SFIO കോടതിയെ ചൂണ്ടിക്കാട്ടിയത്. അതെല്ലാം കോടതി അംഗീകരിക്കുകയും ചെയ്തു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തിരിച്ചടിയാണ്. എന്തായാലും വിശദമായ ഒരു വാദം ഈ കേസുമായി ബന്ധപ്പെട്ട ഏപ്രിൽ 5-ാം തീയതി തന്നെ സ്വീകരിക്കും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് SFIO അന്വേഷണത്തിന് സ്റ്റേയോ അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യുന്ന നടപടിയോ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സുഹൈൽ. ശരി, KSIDCക്ക് അനുകൂലമായൊരു വിധിക്ക് സാധ്യതയില്ല. ഇപ്പോൾ എക്സാലോജിക്, CMRL, KSIDC 3 കമ്പനികളിൽ SFIO അന്വേഷണം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.